നമസ്കാരം. ഇന്ന് വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം സുഭാഷിതം ചാനൽ വളരെ യാദൃശ്യമായി ഇടപെട്ട ഒരു വിഷയത്തിന് കൃത്യമായ നടപടി ഉണ്ടായിരിക്കുന്നു. പക്ഷേ നമ്മളല്ല ആ നടപടി ഉണ്ടാക്കിയത്, ഗവൺമെൻറ്റാണ്. അതിൻ്റെ നാൾ വഴി ഞാൻ പറയാം. അതുകൊണ്ട് നമുക്കിതിനകത്തൊരു ചെറിയ പങ്കേ ഉള്ളൂ. ആ പങ്ക് നമ്മൾ പറയാം. വിഷയം മറ്റൊന്നുമല്ല, കേരളത്തിലെ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും 500ഓളം പേരെ വരുന്നവരുടെ പെൻഷൻ കട്ടായിരുന്നു. 2016 ഒരു ഉത്തരവനുസരിച്ച് പെൻഷൻ കട്ടായാൽ 6 മാസം പെൻഷൻ ലീവിലേക്ക് പോയാൽ 6 മാസത്തിനകം അവർ തിരിച്ചു വന്ന് ആ പെൻഷൻ തുക അടച്ച് 12% പലിശയോടുകൂടി പെൻഷൻ തുക അടയ്ക്കണം. അടച്ചാൽ മാത്രമേ അവരുടെ ക്ഷേമനിധി അംഗത്വം നിലനിർത്തുകയുള്ളൂ. ഇതൊരു കുരുക്ക് പിടിച്ചൊരു ഉത്തരവാണ്. ഒരു ആക്ട് ഭേദഗതിയിൽ 2016 വന്നൊരു ഭേദഗതിയാണ്. ഇത് സൂപ്പർവൈസർമാരാകട്ടെ പിന്നെ CDPമാരാകട്ടെ ആരും ശ്രദ്ധിച്ചുമില്ല. ജീവനക്കാരും ഇത് ശ്രദ്ധിച്ചില്ല. ഉദ്യോഗസ്ഥർ നോക്കാതിരിക്കുമ്പോൾ ഇവരും ശ്രദ്ധിച്ചില്ല. കാരണം ഒരു വലിയ ആക്ടിൻ്റെ അകത്ത പേജ് 12ാമത്തെ 13ാമത്തെ ഐറ്റമായിട്ടാണ് ഇത് കിടന്നത്. അതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ അതിൽ ശ്രദ്ധിക്കാതെ ഇവർ 6 മാസത്തിൽ കൂടുതൽ പലരും ഗൾഫിൽ പോവുകയും പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരികയും ചികിത്സ കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് പെൻഷൻ അടയ്ക്കാൻ പറ്റുന്നില്ല. പെൻഷൻ തുക അടയ്ക്കാൻ പറ്റുന്നില്ല. ക്ഷേമനിധിയിലേക്ക് പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല. 6 മാസം കഴിഞ്ഞു പോയി. പിന്നെ ആണെങ്കിൽ അവർ റിട്ടയറായി അങ്ങ് പോവുകയും ചെയ്തു. അവർക്ക് അംശാദായം കിട്ടുന്നുമില്ല. വലിയ സങ്കടമായിരുന്നു. അങ്ങനെ ഒരു 500 പേരുടെ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ നമ്മളതിനകത്ത് ഇടപെട്ടിട്ട് ഒരു വർഷത്തിനകത്തേ ആവുള്ളൂ. പക്ഷേ 2023 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ 2023 ഗവൺമെൻറ്റിലേക്ക് ഒരു കത്ത് കൊടുത്തു. അത് ശിശുക്ഷേമ വകുപ്പിലേക്കാണ് കൊടുക്കുന്നത്. അവിടെ നിന്നത് ഗവൺമെൻറ്റിലേക്ക് പോയി. 2023 പോയത്. 2026 ഉത്തരവിറങ്ങുന്നത്. അത്രയും ഒരു പ്രശ്നമുണ്ട്. 3 വർഷത്തെ ലാഗിങ് ഉണ്ട് എന്നുള്ളത് വേറൊരു വിഷയം. അത് പോട്ടെ, അത് നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. 3 വർഷമായെങ്കിലും ഇറങ്ങിയല്ലോ. ഈ വിഷയം വെച്ചുകൊണ്ട് 500ഓളം പേർക്ക് പെൻഷൻ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും സുഭാഷിതം ചാനലിൽ നിരവധി വീഡിയോകൾ ചെയ്യുകയും പെൻഷൻ പറ്റിയവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് പെൻഷൻ കട്ടായവരുടെ മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും 500ഓളം പേരെ അതിനകത്ത് ചേർക്കുകയും അവർക്ക് വേണ്ടിയിട്ട് നിരന്തരം വാട്സപ്പിലൂടെയും നിരന്തരം പിന്നെ യൂട്യൂബിലൂടെയും നമ്മുടെ അല്ലാതെയൊക്കെ വാദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാദിച്ചതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം തീരില്ല എന്ന് മനസ്സിലാക്കി ഞാനൊരു ദിവസം ക്ഷേമനിധി ബോർഡിലേക്ക് 2 ദിവസം വിളിക്കുകയും ഒരു ദിവസം നേരിട്ട് ഞാൻ ക്ഷേമനിധി ബോർഡിൽ പോവുകയും അവിടെ അതുപോലെ തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓഫീസിൽ പോവുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുകയും അവരിൽ നിന്ന് നമ്പറെല്ലാം കളക്ട് ചെയ്ത് വളരെ സൗഹൃദപരമായിട്ടാണ് അവിടെ നിന്നെല്ലാം ഫയൽ നമ്പറെല്ലാം കളക്ട് ചെയ്ത് നേരെ സെക്രട്ടേറിയറ്റിൽ ഇത് ബന്ധപ്പെട്ട മന്ത്രിമാരുടെ, അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ രണ്ട് ഓഫീസിലാണ് ഇത് പ്രോസസ്സ് ചെയ്തത്. 2 ഓഫീസിലും നിരന്തരം വിളിക്കുകയും 2 ഓഫീസിലെയും മന്ത്രിമാരുടെ APSമാർ ഇത് കൈകാര്യം ചെയ്യുന്ന APSമാരെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുകയും ഇതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തുകൊണ്ട്, അതേസമയം തന്നെ CIT യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദമുണ്ട്, ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്, അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നതിൽ പ്രസന്നകുമാരി അവരുടെ സമ്മർദ്ദമുണ്ട്, അതെല്ലാം ഉണ്ട്. കാരണം ഇത് സർക്കാരിൽ ഞാൻ പോയി പറഞ്ഞിട്ടല്ലല്ലോ സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമ്മളുടെ ഫോളോ അപ്പ്. പക്ഷേ അത് വീണ്ടും അത് തളരുന്ന കണ്ടപ്പോൾ, അല്ലെങ്കിൽ അതിനൊരു വേഗത പോരാന്ന് കണ്ടപ്പോൾ, ഈ നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള തന്നെ, അത് പെൻഷൻ ഗ്രൂപ്പിലെയും അതുപോലെ തന്നെ ഈ പെൻഷൻ കട്ടായ ഗ്രൂപ്പിലെയുമുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് CPM കടുകട്ടി CPM ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ കൊണ്ട് കണ്ണൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലമൊക്കെ ഉള്ള വിവിധ ജില്ലകളിലെ അവരിലുള്ള തന്നെ അംഗൻവാടി ഹെൽപ്പറായിട്ടോ വർക്കറായിട്ടോ റിട്ടയർ ചെയ്തിട്ടുള്ള അതേ സഹോദരിമാരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യിച്ചു, നിവേദനങ്ങൾ തയ്യാറാക്കിച്ചു. ആ തയ്യാറാക്കിയ നിവേദനങ്ങൾ അവർ കൊണ്ട് മന്ത്രിമാർക്ക് ബാലഗോപാലിനും വീണ ജോർജിനും ഒക്കെ കൊടുത്തു. അങ്ങനെ ഒരു കൂട്ടായ അത്തരം ചില എഫർട്ടുകൾ എടുക്കുന്നതിൽ നമ്മൾ വളരെയധികം മുന്നിൽ നിന്നു. എന്തായാലും ആ ഉത്തരവായി ഇന്നലെ കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവ് കൈ നമ്പർ 3/2026 WCDD വിമൻസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ്. തിരുവനന്തപുരം 18/2 എന്ന് പറഞ്ഞാൽ ഇന്നലെ 18/2/2026 ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിൽ പക്ഷേ എനിക്ക് ഒരു 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 സങ്കടം അല്ലെങ്കിൽ അതിർത്തി ഉള്ളത്, അതിനകത്ത് 12% കൂടി തുക അടയ്ക്കാമെന്നൊക്കെ പറയുന്നത്. അത് വേണമെങ്കിൽ ഒഴിവാക്കി കൊടുത്തിട്ട് ഇവർ അടയ്ക്കണ്ടേ. ഇനിയിപ്പോൾ വയസ്സുകാലത്ത് പെൻഷനും പറ്റി കുറേ വർഷം അടയ്ക്കാതിരുന്നതിന് ശേഷം ഇനിയിപ്പോൾ ഒരു പൈസ കണ്ടെത്തി അടയ്ക്കുക എന്ന് പറയുന്നത് വേറെ പ്രശ്നമുണ്ട്. അടച്ചാൽ ഉടനെ അംശാദായം കിട്ടുമോ എന്നുള്ള പ്രശ്നവും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ഒഴിവാക്കി കൊടുക്കാമായിരുന്നു. പിന്നെ അതിനകത്ത് ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നു സർക്കാർ വിഹിതമില്ലാതെയാണെന്ന് പറയുന്നു. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ കാലയളവിൽ അവർ ബ്രേക്കായ കാലയളവിൽ പൈസ അവർ അടയ്ക്കുമ്പോൾ, ഇപ്പോൾ 6 മാസത്തിൽ കൂടുതലുള്ള 2 വർഷമോ 3 വർഷമോ ലീവ് എടുത്തിട്ടുള്ള 3 വർഷക്കാലത്ത് അവർ പൈസ അടയ്ക്കുമ്പോൾ സർക്കാർ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇടില്ലയോ എന്നൊരു സംശയമുണ്ട്. അത് ഇടാതിരുന്നാൽ അത് സാങ്കേതികമായി ശരിയാണോ എന്ന് എനിക്കറിയില്ല.
എന്തായാലും അതുകൂടി കൊടുക്കേണ്ടതല്ലേ സർക്കാർ വിഹിതവും. കാരണം അവർ അടയ്ക്കാൻ പറ്റാത്ത ഗ്യാപ്പിൽ വന്നത് അവരെ കുറ്റം കൊണ്ടല്ലല്ലോ. എന്നാലും സർക്കാർ ഇത് പരിഹരിച്ചു കൊടുത്താൽ സർക്കാർ വിഹിതമില്ലാതെ എന്നൊരു സർക്കാരിന് ബാധ്യത ഇല്ലാത്തൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സർക്കാർ വിഹിതം കൂടെ കൊടുക്കണ്ടേ? അതിനകത്തൊരു ഒരു നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമില്ലേ? അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു വേറൊരു പ്രശ്നമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സർക്കാർ വിഹിതമില്ലാതെ എന്ന് പറയുന്നത് മനസ്സിലായിട്ടില്ല. അതിനി അവർക്ക് പണം കിട്ടുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും എങ്ങനെയായാലും വളരെ കൃത്യമായി ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. സിതാര വിജയൻ എന്ന് പറയുന്ന സെക്ഷൻ ഓഫീസറാണ് ഇറക്കിയിരിക്കുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പിൽ നിന്ന്. സന്തോഷ് കുമാർ TK അഡീഷണൽ സെക്രട്ടറിയാണ് ഇറക്കിയിരിക്കുന്നത്. ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം അതാണ് എൻ്റെ ഒരു പ്രൊസീജിയർ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരവാണ്. അവരുടെ 500 പേരുടെ പ്രശ്നം പരിഹരിച്ചു. അപ്പോഴും നിൽക്കുന്നൊരു വിഷയം, സർക്കാർ വിഹിതമില്ലാതെ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വരിക എന്നുള്ളത് ഇനി അത് ഒരു അന്വേഷിക്കേണ്ട വിഷയമാണ്. അത് അവർക്ക് ആർക്കെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടി കൊടുക്കണ്ടേ എന്നൊരു ചോദ്യം ഉദിക്കുന്നുണ്ട്. അപ്പോഴും ഞങ്ങളാൽ കഴിയുന്ന, സുഭാഷിതം ചാനലും വ്യക്തിപരമായി ഞാനും കഴിയുന്ന, സെക്രട്ടേറിയറ്റിനകത്ത് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റിലും ഓഫീസുകളിലൊക്കെ ഈ ഫയൽ ഫോളോ അപ്പ് ചെയ്യുന്നതിന് അതിശക്തമായ രീതിയിൽ ഞങ്ങൾ നിരന്തരം ഇടപെട്ടിരുന്നു. അതുകൊണ്ടല്ല ഇത് വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയിൽ 2023 കൊടുത്തു. അതിനകത്ത് നിയമ ഭേദഗതി കൊണ്ടുവന്നു, ആക്ട് ഭേദഗതി ചെയ്തു, ഉത്തരവിറക്കി. അത് സർക്കാരിൻ്റെ പ്രൊസീജിയറാണ്, സർക്കാരാണ് ചെയ്യേണ്ടത്. നമുക്കതിനകത്ത് വലിയ പങ്കില്ല. പക്ഷേ അവരുടെ ഉന്തിന് ഞങ്ങളുടെ ഒരു തള്ളും കൂടി, അത്രയെങ്കിലും ഞങ്ങളുടെ ഒരു ഭാഗമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളാണിത് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളാണിത് നടത്തി കൊടുത്തത് ഒന്നും പറ്റത്തില്ല. കാരണം സർക്കാരിലെ ഫയൽ ഞങ്ങൾ നിവേദനം കൊടുത്തില്ല, അതുപോലെ തന്നെ സമരം ചെയ്തില്ല. സമരം ചെയ്യാൻ നമുക്ക് സംഘടനയൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫയലിനെ നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് വളരെ കൃത്യമായി അതിൻ്റെ പിറകിൽ കുറച്ച് ദിവസം ഞാൻ അധികം ദിവസം അതിൻ്റെ പിറകിൽ മെനക്കെട്ടിരുന്നു. നിരന്തരം ഫോൺ ചെയ്യുന്നതിനും അത് ഓരോ സ്റ്റേജ് എത്തുമ്പോഴും എവിടെ എത്തി എന്ന് അന്വേഷിക്കാനുമൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അതൊരു വിഷയത്തിൽ ഇടപെട്ടതിൻ്റെ ഒരു കൗതുകവും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിലും ഇടപെട്ടതാണ്. അത് മറ്റൊന്നും കരുതിയിട്ടല്ല. എന്തായാലും അംഗനവാടിക്കാർക്ക് അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയത് വളരെ സന്തോഷമാണ്. ഇനിയിപ്പോൾ ഈ ഉത്തരവിൻ്റെ ബാക്കി പത്രം വെച്ചുകൊണ്ട് എല്ലാവർക്കും ഉടനെ തന്നെ ഇത് ക്ലെയിം ചെയ്യാം, പൈസ അടയ്ക്കാം. പൈസ അടച്ചിട്ട് തിരിച്ച് അംശാദായം കിട്ടുമ്പോൾ ഇത് കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഈ അടച്ച തുകയിൽ നിന്ന് ഇത് സമാനമായി സർക്കാർ തുക ഇട്ടിട്ടില്ലെങ്കിൽ അത് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് കിട്ടാൻ അർഹതയുള്ളതാണെങ്കിൽ അതുകൂടി ഈ 500 പേര് മേടിച്ചെടുക്കണം. സർക്കാരിൽ തുടർച്ചയായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സർക്കാരിനകത്ത് എപ്പോൾ ഒരു പെൻഡിങ് വന്നു പോയാലും സർക്കാരിനകത്തുള്ള പൈസ ഏത് കാലയളവിലും നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. മക്കളെ കാലത്തായാലും വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതൊന്നും വലിയ തടസ്സമുള്ളതല്ല. അപ്പോൾ ആദ്യം ഇത് കിട്ടട്ടെ, 12% പൈസ അടച്ച് ഈ 500 പേരും ആദ്യം അംശാദായം വാങ്ങട്ടെ. അതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറവ്, സർക്കാർ വിഹിതത്തിലെ കുറവുണ്ടെങ്കിൽ അതുകൂടി കിട്ടാൻ വീണ്ടും നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷനൊക്കെ കൊടുക്കാം. നിവേദനമൊക്കെ കൊടുക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ 500 പേരുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി കഴിഞ്ഞു. ഞങ്ങൾ സുഭാഷിതം ചാനൽ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ സമയം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. 3 വർഷത്തെ പെൻഷൻ എല്ലാവർക്കും കിട്ടി. പെൻഷൻ പെൻഡിങ് ആയിരുന്നത് ഇത് കിട്ടി. പിന്നെ 2 പ്രാവശ്യത്തെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ പൈസകളൊക്കെ കൂട്ടി പലതരത്തിലേക്കുള്ള ഗുണകരമായ കാര്യങ്ങളിലേക്ക് വരുന്നു. എന്തായാലും അംഗനവാടിക്കാരുടെ പ്രശ്നത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇടപെട്ടു. ആ ഇടപെട്ടതിന് ഓരോന്നിനായി റിസൾട്ട് ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നടത്തി കൊടുത്തിട്ടുള്ള എൻ്റെ ചെയർപേഴ്സണെയും അതുപോലെ ഗവൺമെൻറ്റിനെയും എൻ്റെ യൂണിയൻകാരെയും എല്ലാം അഭിനന്ദിക്കാനും ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു. ഗവൺമെൻറ് ചെയ്തിട്ടുള്ള വളരെ കാരുണ്യപരമായ ഒരു പ്രവർത്തനമാണ് 500 പേരുടെ വയസ്സുകാലത്തെ നാമമാത്രമായിട്ടുള്ളതാണെങ്കിലും അവരുടെ പെൻഷൻ.